ചേട്ടൻ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പാടാനിപ്പോ ഞാനിപ്പോ സംഗീത സംവിധാനമായിട്ട് ഞാൻ വന്നു. പക്ഷെ ഇതിപ്പോ നിങ്ങൾ തമ്മിൽ മറ്റേ വിൻസെന്റ് ആയിട്ട് എങ്ങനെ അത് കണക്ഷൻ വന്ന്? എൻ്റെ ഒരു വീഡിയോ വൈറലായിട്ട് ഞാൻ കോമഡി ദിവസത്തിൽ പാടിയായിരുന്നു, എൻ്റെ പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് അദ്ദേഹം വിളിച്ചിട്ടാണ് ഈ പാട്ട് വന്നത്. അപ്പോൾ നല്ലൊരു പാട്ടാണ്, അത് മാസം നിന്ന് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഗാനം പാടാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ വിൻസെന്റ് എന്ന് പറഞ്ഞാലേ, അതായത് നിസ്സാര ടൈം മതി പാട്ട് എഴുതാനായിട്ട്. പുള്ളിക്ക് തന്നെ ഒരു പാട്ട് എഴുതാൻ തോന്നി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി പാട്ട് എഴുതി കംപ്ലീറ്റ് ആക്കി തരും. എന്നിട്ട് എന്നോടെന്ന് പറഞ്ഞാൽ പാട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനത് വളർത്തി ചെയ്ത് പുള്ളിക്ക് അതങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ മാറി മാറി ചെയ്ത് ഒറ്റ ആ ഒരു ഇതിനകത്ത് അങ്ങനെ പുള്ളിയെ പാട്ട് കിട്ടുക നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നാണ് ശരിക്കും പാട്ടിന്റെ ആ ഒരു നല്ലൊരു ഗാനമായിരുന്നു ഇതിനകത്ത് വന്നത്. ഞാൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ രമേശ് ചേട്ടൻ പാടിയൊരു വീഡിയോക്ക് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പം എന്നാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ആളെ കൊണ്ട് തന്നെ പാടിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്, പിന്നെ ഇപ്പം വിൻസെന്റ് ആയാലും ചേട്ടനായാലും വിളിച്ച് സംസാരിച്ച്. അപ്പൊ പാട്ട് ഇങ്ങനെയാലും നന്നായിട്ട് നല്ല പാട്ടാണ്, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല എഴുത്തും പാട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരികളായാലും നല്ല വരികളാണ്. പുള്ളി നന്നായിട്ട് പുള്ളി ഇതിക്ക് മുന്നേ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് മുന്നേ പുള്ളി 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മഴയരാന്ന് പറഞ്ഞ ഒരു ശാന്തഭാവ ചേച്ചിനോട് പാടിച്ച നല്ലൊരു പ്രണയം, അത് പുള്ളി നല്ല അസലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല വരികളാണ്, നല്ല മ്യൂസിക്കാണ്. പിന്നെ നമ്മൾ ചെയ്തത് മറ്റേ നമ്മുടെ കാലടിയിൽ വൈക്കെ സ്റ്റുഡിയോയിൽ ആണ്. ഇതിപ്പോൾ ഞങ്ങളൊരു ക്രൂ ആയിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ 2-3 പാട്ടായി ചെയ്യണം. ഇതിക്ക് മുന്നേ ഒരു രാജൻ എന്നുള്ളൊരു ആൽബം ചെയ്തായിരുന്നു. അത് വൈക്കെ തന്നെയാണ് ഞങ്ങൾ റെക്കോർഡിങ് മിക്സിങ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ. അപ്പോൾ അതൊരു ക്രൂ ആയിട്ട് ഒരു ടീമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കും. ഗ്യാസിന് ഇപ്പോൾ പേര് ഇട്ടിട്ടില്ല ആളിപ്പോൾ, അത് ഇടാൻ പോകണുള്ളൂ. അതിപ്പോൾ ഈ ക്രിസ്മസിന് മുമ്പ് ഇറക്കാനുള്ള തിരക്കില്ല. അങ്ങനെ ഏതായാലും ക്രിസ്മസിന് ഇറങ്ങുന്ന ഗാനം എല്ലാവരും 2 കന്നിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നല്ലൊരു ഗാനമാണ്, എന്തുവാണെങ്കിലും ആസ്വദിക്കാൻ പറ്റിയൊരു ഗാനം. ഭക്തിസാന്ദ്രമായ ക്രിസ്മസിന്റെ വിശുദ്ധ ഗാനം. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വരും. യൂട്യൂബിൽ വന്ന സമയത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അത് 2 സാധാ ഒരു ഗായകനും സാധാ ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇനി വരികൾ എഴുതി കേൾക്കുന്നിടത്ത് വിൻസെന്റ് ഇനിയും നല്ല വരികൾ അല്ലേ, ഇനിയും നല്ല വരികൾ ആൾ എഴുതിയാലാണ് നമുക്ക് സംഗീതം ചെയ്യാൻ കിട്ടുള്ളൂ, പാടാൻ കിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ കോഴിക്കോട് നടന്നൊരു വലിയൊരു സംഘടനയുടെ ഇതിനകത്ത് പുള്ളിക്ക് ഈ ലിറിക്സിനുള്ള ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട് വിൻസെന്റ് കളിക്കുന്നിടത്ത്. എന്തായാലും ഇനിയും നല്ല നല്ല വരികൾ കാണാനും സംഗീതം എനിക്ക് നന്നായിട്ട് ചെയ്യാനും നന്നായിട്ട് പാടാനും അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹായം വേണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.